ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് പരിചയപ്പെടുത്തുന്നത്. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഓവനൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാൻ ബട്ടർ മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് പാലാണ് അതിന് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തൊരു പാലാണ്. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് മൈദ, 1 കിലോ കേക്കിന് ആവശ്യമായ സാധനങ്ങളാണ് എടുക്കുന്നത്. ലൈറ്റ് കളറുള്ള കൊക്കോ പൗഡർ 1 ടീസ്പൂണ്. കൊക്കോ പൗഡർ കൂടി പോവണ്ട, അപ്പോൾ കേക്കിൻ്റെ കളറൊക്കെ മാറും. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ തരിച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ആവശ്യമുണ്ട്. 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. അത് കുറേശ്ശെ ആയിട്ട് ബട്ടറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ട് പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഒന്നിച്ച് ഇട്ടുകൊടുത്ത് അടിച്ചെടുക്കുമ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ബട്ടറിലേക്ക് ചേർത്ത് ലോ സ്പീഡിൽ അടിച്ചെടുക്കാം. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് മറ്റുള്ള കേക്കിൻ്റെ സ്പോഞ്ചിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ഒന്നുകൂടെ ടേസ്റ്റിയാണ് ഈ കേക്ക്. ഇതിൽ ബട്ടർ മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. ആർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഴിമുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയം വെച്ച് അടിച്ചെടുക്കണ്ട, നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയം ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ബീറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതൊന്ന് പുറത്തേക്ക് തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടി ഒന്നിച്ച് പുറത്തേക്ക് തെറിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേ സമയം അടിച്ചെടുക്കണ്ട. ഇതിലേക്ക് ബട്ടർ മിൽക്ക് 2 പാർട്ടായിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. സൂപ്പർ റെഡിൻ്റെ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്ററിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് ഇതിന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. കേക്ക് പഴയൊരു കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്, ഓവനിൽ വെച്ചിട്ടൊന്നുമല്ല.
അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ടിന്ന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഒരു അരമണിക്കൂർ കുക്ക് ചെയ്തെടുക്കാം. വിസിൽ ഇടാതെയാണ് വേവിച്ചെടുക്കേണ്ടത്. കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കണം. ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രവും കൂടെ ഉപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കേക്ക് വെന്ത് അതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് കറക്റ്റായിട്ട് 3 ലെയറായി കട്ട് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ആദ്യം കുറച്ച് ക്രീം കേക്ക് ബോർഡിലാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലത്തെ പാർട്ട് ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തതാണ് ഷുഗർ സിറപ്പ്. അത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. വെറ്റ് ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിൽ ക്രീം ആക്കി കൊടുക്കാം. ക്രീം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ലെയറിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. അത് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. സെക്കൻഡ് പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൂന്ന് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കണം. ഇത് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫിനിഷിംഗ് വർക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുക്കാം. ഫിനിഷിംഗ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരേ രീതിക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് സ്ക്രാപ്പർ വെച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ഗനാഷ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട്, വിപ്പിംഗ് ക്രീം, ബട്ടർ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഗനാഷാണിത്. അതിലേക്ക് റെഡ് ഫുഡ് കളറോട് ചേർത്ത് കൊടുത്ത് തണുത്തതിന് ശേഷമാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഗനാഷ് തയ്യാറാക്കുന്നതിന് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കരുത്. ചൂടാറിയതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഗനാഷ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി വെച്ചതാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ച പീസ് ജസ്റ്റ് ഒരു പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് ടൈപ്പിലും ഡിസൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ റിങ് വെച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂടിയോ പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ. റൗണ്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഒരു ലവ് ഷേപ്പിലുള്ള കുക്കി കട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ ഈ കേക്ക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കൈ വെച്ചിട്ട് കൊടുത്തപ്പോൾ ശരിയാവാൻ പിന്നെ സ്പൂൺ വെച്ചിട്ട് കൊടുത്തതാണ്. ഈ കേക്ക് പൗഡർ വെച്ചതിൻ്റെ സൈഡുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആണെങ്കിലും ഇതിൽ ഫുഡ് കളർ ചേർക്കുന്നതുകൊണ്ട് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ല ഇത്. വല്ലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുവരെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ.